അടുക്കളയിൽ വിറകടുപ്പുണ്ടെങ്കിൽ അത് കത്തിച്ച ചാരം, അതല്ലെങ്കിൽ പറമ്പിലൊക്കെ ഉള്ള ചുള്ളിക്കമ്പുകളും ഇലകളും ഒക്കെ കരിയിലൊക്കെ കൂട്ടിയിട്ട് തീയിട്ടിട്ട് ചാരം കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ ഇതിനൊന്നും സ്കോപ്പില്ല. കരിയിലുണ്ട്, കുറേശ്ശെ ഉണ്ട്. അത് ഞാൻ അധികം മുറിച്ച് മൾച്ചിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. പുതിയ ഇടൽ ചെടികളുടെ കടക്കിലിട്ട് കൊടുക്കും, വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ. ഇത്തവണ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്, ആമസോണിൽ കിട്ടും ചാരം. പക്ഷേ മുതലാവണ പണിയൊന്നുമല്ല, കുറച്ച് വില ഉണ്ടാവുമല്ലോ. വീട്ടിൽ നിന്ന് വെറുതെ കിട്ടുകയാണെങ്കിൽ അത് വളരെ സൗകര്യമാണല്ലോ. പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുമായിരുന്നു. പയർ ചെടിക്ക് 2 ഇല ആകുമ്പോഴാണ് കടക്കിൽ ചാരം ഇട്ട് കൊടുക്കും, എന്നിട്ട് മണ്ണ് കയറ്റി കൊടുക്കും. പണ്ട് കാലത്ത് 50-55 കൊല്ലം മുമ്പ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണെങ്കിലും അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഒന്നും അന്ന് പഠിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുവേ നാട്ടറിവ് വിവരങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോഴാണ് ഇപ്പോൾ ഒന്ന് തിരഞ്ഞു നോക്കാമല്ലോ, ഇപ്പോൾ എല്ലാറ്റിനും തിരഞ്ഞു നോക്കാനുള്ള അവസരം ഉണ്ടല്ലോ. അപ്പോൾ ചാരം ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ഗുണങ്ങൾ കണ്ടെത്തിയെന്ന് വെച്ചാൽ പൊട്ടാസ്യത്തിൻ്റെ സ്രോതസ്സാണ്. അത് പണ്ടേ അറിയാവുന്നൊരു കാര്യം തരുന്നു. കാരണം പൊട്ടാസ്യം കാർബണേറ്റ് ഉണ്ടെന്നുള്ളത് ചെറുപ്പം മുതലേ അറിയുന്നൊരു കാര്യമാണ്. ആ പത്രങ്ങളിലൊക്കെ വായിച്ചറിയാം. അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് രോഗപ്രതിരോധ ശേഷിക്കും ആവശ്യമായ പൊട്ടാസ്യം ചാരത്തിൽ ധാരാളമുണ്ട്. ഇത് കായകൾ പെട്ടെന്ന് പിടിക്കാനും അവയ്ക്ക് വലുപ്പം ഉണ്ടാകാനും സഹായിക്കുന്നു. പിന്നെ ഇതിൽ അസിഡിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഗുണമുണ്ട്. അതായത് കേരളത്തിലെ മണ്ണിൽ പൊതുവെ അമ്ല ഗുണം കൂടുതലാണത്രേ. അപ്പോൾ ചാരം ഉപയോഗിക്കുമ്പോൾ മണ്ണിൻ്റെ pH മൂല്യം ക്രമീകരിക്കാൻ സാധിക്കും. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ചുണ്ണാമ്പ്, അതായത് കുമ്മായം വാങ്ങിച്ച് ഇട്ട് കൊടുക്കാറുണ്ട് തെങ്ങിൻ്റെ ഇടയ്ക്കിലൊക്കെ. ആ ഒരു ഉപയോഗം തന്നെയാണ് ഇതിനും വരുന്നത്, ചെറിയ തോതിൽ. അത്ര സ്ട്രോങ് ആൽക്കലി അല്ല കേട്ടോ. പിന്നെ കീടങ്ങളെ അകറ്റുന്നു. ഇലകളിൽ ചാരം വിതറുന്നത് ചിലപ്പോൾ അതുകൊണ്ട് ഇലപ്പാൻ, വെട്ടുകിളി, വണ്ടുകൾ തുടങ്ങിയ കീടങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ചാരം വിതറിപ്പോൾ കുറച്ചൊക്കെ ഇലയിലായിപ്പോയി. അത് വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല. ഞാൻ സാധാരണ അങ്ങനെ ഉണ്ടായാൽ അത് തട്ടിക്കളഞ്ഞ് മണ്ണിലേക്ക് തന്നെ ഇട്ടിട്ട് ചെയ്യുക. ഇലകളിൽ അധികം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇല കരിഞ്ഞു പോകുമെന്ന് എനിക്ക് എപ്പോഴും പേടിയുണ്ട്. പിന്നെ ഫോസ്ഫറസും കാൽസ്യവും ഉണ്ട്. അപ്പോൾ അത് വേരുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായതാണ്. പിന്നെ കാൽസ്യം ഉള്ളതുകൊണ്ട്, ഇതിപ്പോൾ കാൽസ്യം ചെറിയ അളവിലുണ്ടെന്നാണ് പറഞ്ഞ് വായിച്ചത്. പക്ഷേ മുമ്പ് വേറെ സ്ഥലത്ത് വായിച്ചിരുന്ന കാൽസ്യം കാർബണേറ്റ് കുറേ അധികം ഉണ്ടെന്നാണ്. അതിപ്പോൾ ഏതാ ശരിയെന്ന് എനിക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. എന്തായാലും കാൽസ്യം കാർബണേറ്റ് വളരെയധികം ഉണ്ടാകാൻ വഴിയില്ല. ഇത്തുള്ള കക്കയിലൊക്കെ ഉണ്ടാകണം അത്ര എന്തായാലും ഇതിലുണ്ടാകാൻ വഴിയില്ല. എല്ലാ ചെടികൾക്കും നല്ലതല്ല ചാരം. അതായത് ആസിഡിറ്റി ഇഷ്ടപ്പെടുന്ന ചെടികളുണ്ടെങ്കിൽ അവർക്ക് അത്ര നല്ലതായിരിക്കില്ല. പക്ഷേ മൊത്തത്തിൽ വായിച്ച് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരുവിധം പച്ചക്കറികൾക്കൊക്കെ ഉപയോഗമുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ കുറേയൊക്കെ ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ചേന, ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി അതൊക്കെ ചാരം ഉപയോഗമുള്ളതെന്ന് പറയുന്നത്. വലിയ കിഴങ്ങുണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ പയർ വർഗ്ഗങ്ങളിൽ പയർ ചെടിക്ക് ചാരം നൽകുന്നത് പൂക്കൾ കൊഴിയുന്നതും തടയാൻ പറ്റും. പിന്നെ കൂടുതൽ വളവും സഹായിക്കും. അതെനിക്ക് നല്ല അനുഭവമുള്ളതാണ്. ചെറുപ്പത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. അതിനെപ്പറ്റി ഇനിയിപ്പോൾ വായിച്ചറിയേണ്ട ആവശ്യമില്ല, നല്ല അനുഭവമുള്ള തന്നെയാണ്. പക്ഷേ ഇത്രയും കാലം ഇത് ഉപയോഗിക്കേണ്ട സൂത്രം പിടികിട്ടിയിരുന്നില്ല. ഇപ്പോഴാണ് സൂത്രം പിടികിട്ടി. ആമസോണിൽ നിന്ന് വാങ്ങിക്കുക, ഉപയോഗിക്കുക. പക്ഷേ ആ വാങ്ങുന്നതിൻ്റെ വിലക്കുള്ള പയറുണ്ടാവുമെന്നൊന്നും ചോദിക്കരുത് കേട്ടോ. ഇതൊക്കെ ഒരു സന്തോഷത്തിന് ചെയ്യുന്നതാണ്. പിന്നെ കുറേ കരിയിലയും ചുള്ളിക്കമ്പൊക്കെ തീയിടാൻ പറമ്പിലുണ്ടെങ്കിൽ അത് തീയിട്ടിട്ട് ഉപയോഗിക്കണമെങ്കിൽ തെറ്റില്ല. പിന്നെ തക്കാളി, മുളക്, വഴുതന ഇവരൊക്കെ ചാരം ഇഷ്ടപ്പെടുന്ന ചെടികളാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒന്നിനും അമിതമായിട്ട് ഇടാൻ പാടില്ല, ചിലപ്പോൾ ചെടി കരിഞ്ഞു പോയെന്ന് വരും. വാഴയുടെ ചുവട്ടിലും ചാരം ഇടുന്നത് കൊലകളുടെ വലിപ്പം കൂട്ടാൻ സഹായിക്കുന്നവരുണ്ട്. പൊതുവെ പൊട്ടാസ്യം അങ്ങനെയാണല്ലോ, ഫ്രൂട്ടിങ്ങിനുള്ള ഐറ്റം ആണല്ലോ. തെങ്ങിനും പൊട്ടാസ്യം അത്യാവശ്യമാണ്. അപ്പോൾ ചാരം ഒരു നല്ല വളമാണ്. അതൊക്കെ ചെറുപ്പത്തിലേയുള്ള നാട്ടറിവ് തന്നെയാണ്. അതിനൊന്നും പിന്നെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ മുഴുവൻ ശരിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. വായിച്ചത് പറയുന്നു മാത്രം. അതിൽ അളവ് കൂടരുത്, അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവും. മണ്ണിൻ്റെ ക്ഷാരഗുണം, അതായത് ആൽക്കലൈനിറ്റി വർദ്ധിപ്പിക്കും. അത് ദോഷമാണ്. കാരണം നമുക്കിപ്പോൾ കൂടുതൽ അമ്ലഗുണോ കൂടുതൽ ക്ഷാരഗുണോ ആൽക്കലൈനിറ്റിയോ ആസിഡിറ്റിയോ കൂടുതലായാലും അത്ര നല്ലതല്ലല്ലോ. പിന്നെ നനഞ്ഞ ചാരം, മഴ നനഞ്ഞ ചാരത്തിൽ നിന്ന് പൊട്ടാസ്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഉണങ്ങിയ ചാരം ഉപയോഗിക്കുന്നതാണ് ഉത്തമം. അതിപ്പോൾ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചു, എങ്ങനെ ശരിയാവുക? നമ്മൾ ചെടിയുടെ ഇടയ്ക്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം നനയ്ക്കില്ലേ? അപ്പോൾ അതിന് വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മൾ എവിടെയെങ്കിലും കുറേ ചാരം കൂട്ടിയിട്ടിട്ട് അത് മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പൊട്ടാസ്യം സോൾട്ട്, പൊട്ടാസ്യം കാർബണേറ്റ് വെള്ളത്തിൽ അലിയുമല്ലോ, അത് ഒലിച്ചു പോവും. ബാക്കി ചാരത്തിൻ്റെ പൊടിയും ബാക്കി ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും അവിടെ നിലനിൽക്കുക. കാർബൺ ആയിട്ട് ബന്ധപ്പെട്ട സാധനം അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മുറ്റത്ത് കൂട്ടിയിട്ട ചാരത്തിൽ മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് ഉപയോഗിച്ചാൽ ഗുണം ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ചാരം ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ടാകുന്നതിൽ അർത്ഥമില്ല.
പിന്നെ നൈട്രജൻ വളങ്ങളുമായി കലർത്തരുതെന്ന് പറയുന്നുണ്ട്. അതിൽ കാരണം യൂറിയക്കാണ് ഒരു പ്രത്യേകത പറയുന്നത്. യൂറിയ ചാരത്തിൻ്റെ ഒപ്പം കലർത്തിയാൽ അമോണിയ ഗ്യാസ് പുറത്തു വരും. അത് ആൽക്കലൈനിറ്റി വരുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ നൈട്രജൻ നഷ്ടപ്പെടും. അതൊരു പ്രധാന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം യൂറിയ ചാരത്തിൻ്റെ കൂടെ കലർത്തിയാൽ അങ്ങനെ പ്രശ്നം വരാൻ വഴിയുണ്ട്. അപ്പോൾ അത് വേറെ കൊടുക്കേണ്ടി വരും. ഒരു സമയത്ത് യൂറിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചാരം ഉപയോഗിക്കണം നടത്തും. അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഒന്നിച്ച് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കുറച്ച് സമയം ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ എപ്പോഴെങ്കിലും ചെയ്ത് കൊടുക്കാം. പിന്നെ ചില ചെടികൾക്ക് ഒഴിവാക്കുക എന്ന് പറയുന്നുണ്ട്. അതായത് അമ്ല ഗുണം ഇഷ്ടപ്പെടുന്ന ചെടികൾ. അതിപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് അവർ പറഞ്ഞിരിക്കണേ, വേറെ ഏതൊക്കെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നതിൽ അതൊന്നും പെടുന്നില്ല. ഉരുളക്കിഴങ്ങ് ഞാൻ ഇവിടെ കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല ഉഷാറ് ചെടിയൊക്കെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അവിടെ ഉണങ്ങി പോകും. അല്ലാണ്ട് ഒരിക്കലും വിളവുണ്ടായിട്ടില്ല. 2-3 തവണ ഉരുളക്കിഴങ്ങ് ഞാൻ നട്ട് നോക്കിയിട്ടുണ്ട്. നല്ല ചെടി ഉണ്ടാവും. ഒരടി 2 അടിയൊക്കെ പൊക്കത്തിൽ ചെടി വരും. അത് കഴിഞ്ഞാൽ അതങ്ങ് വാടിപ്പോവും.